ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ നോക്കുന്നത് നമ്മൾ ഇതിനു മുന്നേ ചെയ്തിരിക്കുന്ന ഫിനിഷിംഗ് സ്റ്റേജിലുള്ള റൂമിൻ്റെ ഫുൾ ഡീറ്റെയിലാണ് നമ്മളിന്ന് മനസ്സിലാക്കാൻ പോകുന്നത്. ആദ്യമേ തന്നെ നമ്മൾ റൂമിലേക്ക് കയറി വന്നതിന് ശേഷം നമുക്ക് കൊടുത്തിരിക്കുന്ന ഫിറ്റിങ്സ് കാര്യങ്ങളൊക്കെ ജസ്റ്റ് ഒന്ന് കാണാം. വളരെ മനോഹരമായ രീതിയിൽ പിന്നെ ഞാൻ പെയിൻറ്റിങ്ങും അതുപോലെ തന്നെ സീലിങ്ങിലെ ലൈറ്റ്സും കൊടുത്തിരിക്കുന്നത് നിങ്ങൾ കാണുന്നുണ്ട്. അതുപോലെ തന്നെ റൂമിൽ എക്സോസ്റ്റ് കൂടി കൊടുത്തിട്ടുണ്ട്. പിന്നെ ബെഡിൻ്റെ പൊസിഷൻ ആദ്യമേ തന്നെ നമുക്ക് ഡോറ് നോക്കുന്നത് നമ്മുടെ സൈഡിലേക്ക് തുറന്നതിന് ശേഷം ഡോറ് കഴിഞ്ഞ് തൊട്ടപ്പുറത്താണ് നമ്മുടെ മെയിനായിട്ട് സ്വിച്ച് ബോർഡ് കൊടുത്തിരിക്കുന്നത്. പിന്നെ അതുപോലെ തന്നെ അറ്റാച്ച്ഡ് ബാത്റൂം വരുന്നുണ്ട്. അതായത് ഒരു മാസ്റ്റർ ബെഡ്റൂമാണ് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത്. ആദ്യമേ തന്നെ നോക്കുക, നമ്മളിത് കൊടുത്തിരിക്കുന്ന കർവിൻ്റെ ഗോൾഡ് മെഡൽ എന്ന മോഡലാണ്. വളരെ നല്ല സൂപ്പർ മോഡലാണ്, നമുക്ക് വിശ്വസിക്കാവുന്ന ഒരു മോഡൽ. സ്വിച്ചുകളും കാര്യങ്ങളൊക്കെയാണ്, ഏകദേശം 10-12 വർഷമായിട്ട് യൂസ് ചെയ്യുന്നതാണ്. കംപ്ലയിൻറ്റ്സ് മാക്സിമം കുറവാണ്. പിന്നെ അതിൻ്റെ തൊട്ട് താഴെ നമ്മൾ ലാമിൻ്റെ സിസ്റ്റം കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ എല്ലാ ഹൈറ്റ് കാര്യങ്ങളൊക്കെ അതുപോലെ തന്നെ മെയിനായിട്ട് വരുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ നമ്മുടെ ബെഡിൻ്റെ പൊസിഷൻ 6 അടി കട്ടിലിടാവുന്ന രീതിയിലാണ് ചെയ്തിരിക്കുന്നത്. 2 സൈഡിൽ സൈഡ് ടേബിൾ കൊടുത്തതിന് ശേഷം അതിൻ്റെ സെൻറ്ററിലായിട്ട് നമ്മൾ കട്ടിലിടുന്നു. കട്ടിലിൻ്റെ 2 സൈഡിലുമായിട്ടാണ് സ്വിച്ച് ബോർഡ് വരുന്നത്. 65 സെൻറ്റിമീറ്റർ നമുക്ക് ഫിനിഷിംഗ് ലെവൽ കിട്ടാവുന്ന രീതിയിലാണ് അതിൻ്റെ സിസ്റ്റം കാര്യങ്ങളൊക്കെ ചെയ്തിരിക്കുന്നത്. ഇപ്പുറത്തെ സൈഡ് നമ്മൾ 2 2 വേ സ്വിച്ച് കൊടുത്തിട്ടുണ്ട്, ഒരു റെഗുലേറ്റർ കൊടുത്തിട്ടുണ്ട്, പിന്നെ ഒരു മൾട്ടി ഇൻ്റർനാഷണൽ പ്ലഗ് സോക്കറ്റും കൂടി കൊടുത്തിട്ടുണ്ട്. അത് 8 മോഡുകളുടെ ബോക്സാണ് കൊടുത്തിരിക്കുന്നത്. അതായത് 8 സ്വിച്ച് വയ്ക്കാവുന്ന, അതായത് 8 മോഡുകളുടെ ബോക്സാണ് നമ്മൾ കൊടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ ഇപ്പുറത്തെ സൈഡ് നിങ്ങൾ കാണുന്നുണ്ടോ, സൈഡ് ടേബിളിൽ വെച്ചിരിക്കുന്നതിൻ്റെ തൊട്ട് മുകളിലായിട്ട് കിട്ടുന്ന ഈ സൈഡ് ടേബിൾ നമ്മൾ ഇപ്പുറത്തെ സൈഡിലാണ് ഇപ്പോൾ അവർ കൊടുത്തിരിക്കുന്നത്. നമ്മൾ ആദ്യമേ ഉദ്ദേശിച്ചത് നമ്മളതിൻ്റെ സെൻറ്ററിൽ, അതായത് കട്ടിലിന് ശേഷം കൊടുക്കാനാണ് ഉദ്ദേശിച്ചിരിക്കുന്നത്. നമ്മളിവിടെ കൊടുത്തിരിക്കുന്ന DP സ്വിച്ച്, AC സ്വിച്ച്, മാസ്റ്റർ സ്വിച്ച്, പിന്നെ ഒരു മോഡൽ സീലിങ്ങിൻ്റെ ലൈറ്റ്സ് വരുന്നുണ്ട്, പിന്നെ ഒരു എക്സ്ട്രാ പ്ലഗ് കൂടി വരുന്നുണ്ട്. കട്ടിലിൻ്റെ 2 സൈഡിൽ നമ്മൾ സെപ്പറേറ്റ് സ്വിച്ചുകൾ കൊടുത്തിട്ടുണ്ട്. അത് നമുക്ക് മൊബൈൽ ചാർജിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ്. പിന്നെ മുകളിലായിട്ട് നമ്മൾ AC വയ്ക്കുന്ന ഏരിയ ഉണ്ട്. അതിൻ്റെ മുകളിൽ അതിൻ്റെ ഒരു സൈഡിലായിട്ട് എക്സോസ്റ്റ് കൂടി കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു ട്യൂബ് ലൈറ്റ് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു ഫാൻസി ലൈറ്റിൻ്റെ ഒരു ഓപ്ഷൻ കൂടി കൊടുത്തിട്ടുണ്ട്. പിന്നെ സീലിംഗ് നമ്മൾ മാക്സിമം നമുക്ക് ചിലവ് കുറച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ കോൺക്രീറ്റിൻ്റെ അകത്താണ്. കോൺക്രീറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മൾ സ്വിച്ച് ബോർഡുകൾ സീലിംഗ് ലൈറ്റ്സ് വെക്കാൻ വേണ്ടിയിട്ട് അതിൻ്റെ ബോർഡുകൾ ചെയ്തിട്ടുണ്ട്. അതിലാണ് നമ്മൾ ഈ പറയുന്ന ലൈറ്റ്സ് കൊടുത്തിരിക്കുന്നത്. അതെല്ലാം കൊടുത്തിരിക്കുന്നത് വാം വൈറ്റ്സ് ആണ് കൊടുത്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് റൂമിന് ഭയങ്കര ലുക്ക് നമുക്ക് ഫീൽ ചെയ്യുന്നത്. അതായത് ഒരു ചെറിയൊരു മഞ്ഞ നിറം, പണ്ടത്തെ ബൾബിൻ്റെ ഒരു ലൈറ്റാണ് വരുന്നത്, വാം വൈറ്റ് ആണ്. പിന്നെ അറ്റാച്ച്ഡ് ബാത്റൂമാണ് വരുന്നത്. അറ്റാച്ച്ഡ് ബാത്റൂം വിത്ത് കൺസീൽഡ് ഫ്ലഷ് ആണ് വരുന്നത്. നമ്മൾ ആദ്യമേ തന്നെ കയറി വരുന്ന സമയത്തിന് എല്ലാം ഒരേ നിരയിലാണ് നമ്മൾ കൊടുത്തിരിക്കുന്നത്. ഈ സൈഡിൽ വാഷ് ബേസിൻ്റെ സൈഡിൽ നമ്മൾ സ്വിച്ച് ബോർഡ് കൊടുത്തിട്ടുണ്ട്. അതായത് ഹീറ്ററിൻ്റെ സ്വിച്ച് വരുന്നുണ്ട്, മിറർ ലാമ്പ് വരുന്നുണ്ട്, എക്സോസ്റ്റ് വരുന്നുണ്ട്, അതുപോലെ തന്നെ ചെറിയൊരു സീലിംഗ് ലൈറ്റ്സിൻ്റെ ലൈറ്റ് കൂടി വരുന്നുണ്ട്. ആദ്യമേ തന്നെ നമ്മൾ കയറി വരുന്ന സൈഡിൽ തന്നെ നമ്മുടെ വാഷ് ബേസും വരുന്നു. പിന്നെ അടുത്തുനിന്ന് കുളിക്കുന്ന ക്ലോസറ്റിൻ്റെ ഏരിയ, പിന്നെ വരുന്നത് കുളിക്കുന്ന ഏരിയ, പിന്നെ നമ്മൾ ബാത്റൂമിൽ ഒരു എക്സോസ്റ്റ് കൊടുത്തിട്ടുണ്ട്. പിന്നെ ടോപ്പിലായിട്ട് 2 ലൈറ്റ് കൊടുത്തിട്ടുണ്ട്. ഒരു സീലിംഗ് ലൈറ്റ്സ് കൊടുത്തിട്ടുണ്ട്, അത് വാം വൈറ്റ് ആണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ ഒരു സാധാരണ നോർമൽ വൈറ്റ് കൂടി കൊടുത്തിട്ടുണ്ട്. നമ്മൾ അതുപോലെ തന്നെ ഹീറ്ററിൻ്റെ ഒരു ഓപ്ഷൻ കൂടി കൊടുത്തിട്ടുണ്ട്. ഡൈവർട്ടർ സിസ്റ്റമാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. വളരെ അഡ്വാൻസ്ഡ് സിസ്റ്റമാണ് ഉപയോഗിച്ചിരിക്കുന്നത്. പിന്നെ കൺസീൽഡ് ഫ്ലഷ് ജാഗോറിൻ്റെ സിസ്റ്റമാണ് ചെയ്തിരിക്കുന്നത്. വളരെ നല്ല രീതിയിൽ തന്നെ ബാക്ക് അടിവശം നമുക്ക് നന്നായിട്ട് ബാത്റൂം കഴുകുന്നതിന് വേണ്ടിയിട്ടാണ് നമുക്ക് കൺസീൽഡ് ഫ്ലഷ് വിത്ത് ഫ്ലഷ് കൂടി കൊടുത്തിരിക്കുന്നത്. നമ്മൾ ചെയ്യാറുള്ള വീഡിയോ പോലെ തന്നെ ഒരു റൂം അറ്റാച്ച്ഡ് ബാത്റൂം ആണെങ്കിലും റൂമിൻ്റെ ആണെങ്കിലും അളവ് കാര്യങ്ങളെല്ലാം കറക്റ്റ് ചെയ്ത ശേഷം അവസാനം വരുന്ന ലെവൽ നമുക്ക് ഈ ലെവലിലായിരിക്കും. അതുകൊണ്ട് ഞാൻ ഇതിന് മുന്നേ ഇഷ്ടം പോലെ വീഡിയോകൾ ചെയ്തിട്ടുണ്ട്. അതായത് നമ്മുടെ റൂമിൻ്റെ അളവും മെഷർമെൻറ്റും കാര്യങ്ങളെല്ലാം ചെയ്ത് കഴിയുമ്പോൾ ഈ ലെവലിൽ നമുക്ക് നല്ല ക്യൂട്ടായിട്ട് നല്ല രീതിയിൽ ഡിസൈനിങ് വരുന്ന രീതിയിൽ തന്നെ നമുക്ക് എല്ലാ റൂമുകളും നമുക്ക് അറേഞ്ച് ചെയ്തെടുക്കാൻ സാധിക്കും. ഓക്കെ ഫ്രണ്ട്സ്, നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാൻ മടിക്കരുത്, അതുപോലെ ഷെയർ ചെയ്യാനും മടിക്കരുത്, സബ്സ്ക്രൈബ് ചെയ്യാനും മടിക്കരുത്. ഓക്കെ ഫ്രണ്ട്സ്, അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ഓക്കെ.